നോക്ക്, സമയം എത്രയായി നോക്ക്, സമയം 7:05. നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് നോക്ക്, നിങ്ങളുടെ സിലബസ് എത്ര ഉണ്ടെന്ന് നോക്ക്. നാളെ നിങ്ങളുടെ എക്സാം ആണ്. ഇപ്പോഴും നിങ്ങൾ ഇരിക്കുന്നത് എന്തോ തളർവാദം പിടിച്ചു പോയ ആൾക്കാരെ മാതിരി നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ എക്സാം ആയിട്ട് ഇതുവരെ നിങ്ങൾക്കൊരു ബോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ചെയ്യുന്നൊന്നും പോരാ, നിങ്ങൾ ഇനിയും പഠിക്കണം, ഇനിയും വർക്ക് ചെയ്യണം, ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ദിസ് ഇസ് ടഫ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വൃത്തിക്ക് ബോധമുണ്ട്. ബട്ട് യു ഡോണ്ട് നോ എനിത്തിങ്, റൈറ്റ്? നിങ്ങളൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ഇത്രയും സമയത്തോളം നിങ്ങൾ എന്താ പറയുക, കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ക്ലാസ് തുടങ്ങിയ ജൂൺ മുതൽ ഈ കഴിഞ്ഞ ദിവസം അത്രയും വരെയും നിങ്ങൾ ഇത്രയും സമയം സ്ക്രോൾ ചെയ്തിട്ടും ഗെയിം കളിച്ചും അത് ചെയ്തും ഇത് ചെയ്തും നാളെ തുടങ്ങാം, ഇതാണ് നമ്മളുടെ മുദ്രാവാക്യം, നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്രയും ദിവസം നീട്ടി വന്നിട്ട് ഇപ്പം എന്തായി? ആ നാളെ വന്നില്ലേ? നാളെ വന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഒരു 5 ദിവസം മുന്നേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ സ്കൂൾ എടുത്ത അന്ന് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓരോ ചാപ്റ്റേഴ്സും ഞാൻ വൃത്തിക്ക് പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു.